ഹലോ ഗീസ്, ഗീത ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് മാറി നിന്ന് കരയുവാണ് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് ഗീത വയ്ക്കുകയാണ്, എന്താ കണ്ണേട്ടാ ഇനി മുഷിഞ്ഞ തുണിയെല്ലാം കിടക്കുന്നുണ്ട്, ഇപ്പം ഇനി കണ്ണേട്ടൻ്റെ പഴയ കാര്യം എന്തെങ്കിലും ഓർമ്മ വന്നോ, ഇനി ആ രാധികാമ്മയുടെ ആ കഥ പറഞ്ഞ് കരയാൻ പോവാണോ എന്നിങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും ഗോവിന്ദ് പറയുന്നുണ്ട്, ഞാൻ വേറെ ആരെക്കുറിച്ചല്ല ഓർത്ത് കരഞ്ഞേ, ഞാൻ എന്നെക്കുറിച്ച് തന്നെ ഓർത്ത് കരഞ്ഞെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഗീതുവിനെ കെട്ടിപ്പിടിക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, എനിക്ക് നീയേ ഉള്ളൂ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് കരയുവാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഗീതുവിനും എന്തോ ഗോവിന്ദിന് വല്ലാത്ത വിഷമമുണ്ടെന്ന് മനസ്സിലാവുകയാണ്. പറയണേ, ഞാനില്ലേ, എന്തിനാ വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദിനെ ആശ്വസിപ്പിക്കുവാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദ് ഗീതുവിനെ കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടൊക്കെ കാണുവാണ്. പക്ഷേ എന്താ കാര്യം ഇപ്പോഴും ഗീതുവിന് മനസ്സിലാവുന്നില്ല. അത് കഴിയുമ്പോൾ അവരിങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്ന് കഴിയുമ്പോൾ ഒരു പാട്ടിൻ്റെ സീനൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. ഒരു റൊമാൻറ്റിക് പാട്ട് അവർ ഓർക്കുന്നതായിട്ടായിരിക്കും. ഒരു നല്ലൊരു പാട്ട് കാണിക്കുന്നുണ്ട്, അതിൻ്റെ കുറച്ച് സീനൊക്കെ. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും രാധികാമ്മ അതിലെ ഗോവിന്ദനെ തപ്പി നടക്കുവാണ് കേട്ടോ. അപ്പോൾ പ്രിയയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ രേഖ ആശ്വസിപ്പിക്കുന്നുണ്ട്, മോളെ നീ കരയല്ലേ, നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ, ആ അവസ്ഥ ഓർക്കണ്ടേ, ഇങ്ങനെ സ്ട്രെസ് എടുക്കരുത് എന്നൊക്കെ പറയുമ്പം പ്രിയമോള് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഏട്ടനില്ലാതെ എന്തിനാണ് ജീവിക്കുന്നത്, ഞാൻ എൻ്റെ ഏട്ടനില്ലാതെ ജീവിക്കില്ല, എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആകെ വിഷമിച്ച് കരയുവാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ രാധികാമ്മ ഒന്ന് ഞെട്ടുവാണ്. അത് കഴിയുമ്പോൾ രാധിക പറയുന്നുണ്ട്, ഇവിടെ എവിടെയെങ്കിലും കാണും, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും വരുൺ മനസ്സിൽ ചിന്തിക്കുക, കിഷോർ എന്തായാലും അവരുടെ കയ്യിൽ നിന്ന് ഓടിപ്പോയി, കിഷോറിനെ പിടിക്കാൻ വേണ്ടി പോയപ്പോൾ കിഷോർ ഏട്ടനിട്ടോ എല്ലാം ചെയ്ത് കാണും, എന്തായാലും അത് നന്നായി, എങ്കിൽ സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിലോട്ട് പെട്ടെന്ന് വരും എന്നോർത്ത് സന്തോഷിച്ച് നിൽക്കുവാണ് കേട്ടോ അവിടെ. അത് കഴിയുമ്പോൾ രാധികാമ്മ ഇങ്ങനെ ഫോൺ എടുക്കുമ്പോഴത്തേക്കും ഫോണിലോട്ടൊരു മെസ്സേജ് വരുവാണ്, അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നു, ആരോടും പറയാൻ പറ്റിയില്ല, നിങ്ങൾ വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ഇത് പറയുമ്പോഴത്തേക്കും പ്രിയ പറയുമോ, കേടായ ബോട്ടിൽ ഏട്ടൻ എങ്ങനെ പോകാനാ, എന്തായാലും ഏട്ടൻ പോയിട്ടില്ല, ഇതാരോ ഏട്ടനെയും കൊണ്ട് പറഞ്ഞ് ഏൽപ്പിച്ച, ഏട്ടൻ ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് പ്രിയ ആകെ ടെൻഷൻ അടിക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും രാധികാമ്മ പറയുന്നുണ്ട്, ഞാനൊന്ന് വിളിക്കാമെന്ന് പറയുവാണ്. ഈ മെസ്സേജ് അയക്കുന്ന അജാസും അവർണികയും കൂടിയാണ്. അപ്പോൾ അവർണിക പറയുന്നുണ്ട്, കണ്ടിട്ടേലും അതും കൂടെ ഒന്ന് പിരിഞ്ഞു പോട്ടെ, പെട്ടെന്നൊരു കാര്യം ചെയ്യുക, അവർ തിരിച്ചു വിളിക്കാൻ ചാൻസ് ഉണ്ട്, ഫോൺ എന്തായാലും സ്വിച്ച് ഓഫ് ആക്കിയേക്കാൻ പറയുവാണ്. അത് കേട്ട് അജാസ് അപ്പം തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രാധികാമ്മ അവിടെ നിന്ന് വിളിക്കുമ്പോൾ കിട്ടുന്നില്ല. അപ്പോഴേക്കും പ്രിയ പറയുകയാണ്, കണ്ടില്ലേ ഏട്ടനിങ്ങനെ ഫോൺ അപ്പം തന്നെ സ്വിച്ച് ഓഫ് ആക്കുകയല്ല, ഇത് ഏട്ടനും കൂടെ ആരോ മനഃപൂർവ്വം ചെയ്യിപ്പിച്ചാ എന്നൊക്കെ പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, നീ ഒന്ന് സമാധാനപ്പെട്ടിരിക്കുക എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് എവിടെയും പോയി കിടക്കുന്നൊക്കെ പറയുവാണ്. അപ്പോൾ പ്രിയ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ കിടക്കാനാന്ന് പറയുമ്പോഴേക്കും മാനേജർ അങ്ങോട്ട് വരുവാണ് കേട്ടോ. മാനേജർ വന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട, ബോട്ട് വൈകിട്ട് ശരിയായിരുന്നു, ഗോവിന്ദ് സാർ അത്തേ കയറിപ്പോയി, എംപ്ലോയീസിനോട് പ്രത്യേകം പറയാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട എന്ന് പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴാണ് പ്രിയയ്ക്കൊരു ആശ്വാസം വന്നത്. പക്ഷേ അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ രാധികാമ്മയ്ക്ക് ആകെ ടെൻഷനാവുകയാണ് കേട്ടോ. കണ്ണൻ ആരോടും പറയാതെ പോയെങ്കിൽ അനാർക്കലി വന്ന് അറിഞ്ഞു കാണുമോ, വീട്ടിലോട്ട് അവൻ ചെന്ന് കഴിയുമ്പോൾ അനാർക്കലിയെ കാണുകയല്ലേ എന്നൊക്കെ ഓർത്ത് ടെൻഷനും ആദ്യം മൂത്ത് രാധികാമ്മ പെട്ടെന്ന് അയ്യപ്പണ്ണനെ വിളിക്കുവാണ് കേട്ടോ. അയ്യപ്പണ്ണനെ വിളിച്ചിട്ട് പറയാണ്, ഗോവിന്ദങ്ങ് വന്നിട്ടുണ്ട്, അവർ തമ്മിൽ കാണാൻ പാടില്ല അയ്യപ്പ, അവർ തമ്മിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ജീവനോടെ ഇരിക്കുകയില്ല എന്നൊക്കെ പറയുവാണ് കേട്ടോ. എന്തേലും പറഞ്ഞാൽ അവളെ എവിടെ നിന്ന് പറഞ്ഞു വിടുമെന്ന് പറയുമ്പോഴത്തേക്കും അയ്യപ്പേട്ടൻ പറയുവാണ്, ഞാനൊന്നും പറഞ്ഞാൽ കേൾക്കുകയില്ല, എന്തായാലും ഞാൻ ഫോൺ കൊടുക്കാം, രാധികാമ്മ തന്നെ സംസാരിക്കുകയെന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും രാധിക ഇങ്ങനെ കണ്ണനങ്ങ് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും അനാർക്കലി പറയുവാണ്, നീ ഇതല്ല ഇതിനപ്പുറത്തെ അടവെടുക്കും എന്ന് എനിക്കറിയാം, ഇപ്പം നിൻ്റെ കണ്ണിൽ ഒരു വേടൻ അമ്പെറിഞ്ഞ കിളിയുടെ ഭയം എനിക്ക് കാണാമെന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, നീ പേടിക്കണ്ട, ഗോവിന്ദ് വന്നാൽ ഞാൻ എവിടെയെങ്കിലും മറിഞ്ഞിരുന്നോളാം, അവൻ എന്നെ കാണുമെന്ന് പറഞ്ഞ് നീ പേടിക്കണ്ടെന്ന് പറഞ്ഞ് ഫോൺ നേരെ അയ്യപ്പന് തിരിച്ചു കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ രാധികാമ്മയുടെ ഈ വെപ്രാളവും പരവേശവും ഒക്കെ കാണുമ്പോഴത്തേക്കും അയ്യപ്പണ്ണൻ ചോദിക്കുകയാണ്, എൻ്റെ മാധവ മുതലാളിയെ ചതിച്ച ഈ സ്ത്രീയായിട്ട് രാധികാമ്മയ്ക്ക് എന്താ ബന്ധം, എന്തിനാ ഇവരെ ഇത്ര പേടിക്കുന്നതെന്നുള്ള രീതി ചോദിക്കുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും രാധികയ്ക്ക് അടി കിട്ടിയ പോലെ ആവുകയാണ്, ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. അത് കഴിയുമ്പോഴത്തേക്കും അയ്യപ്പേട്ടൻ പറയുകയാണ്, എന്നോടും ഗോവിന്ദൻ കുഞ്ഞിനോടും മാധവ മുതലാളി മരിക്കുന്നതിന് മുമ്പ് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, രാധികാമ്മയുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കണം, അതിന്ന് വരെ ജീവൻ കൊടുത്തും ജീവൻ പണയം വെച്ചും ഞാനും കുഞ്ഞും ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും, എനിക്കറിയണം എന്താ. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ രാധികാമ്മയ്ക്ക് പിന്നെ അടി കിട്ടിയോലാണ്, ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. എന്നിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരുന്നാൽ ശരിയാവില്ല എന്നോർത്ത് അയ്യപ്പനോട് പറയുകയാണ്, അയ്യപ്പൻ വേണ്ടാത്തൊന്നും ചിന്തിച്ചു കൂട്ടണ്ട, എനിക്ക് എന്നും ഗോവിന്ദിനും അറക്കൽ കുടുംബത്തിനും നന്മ പറഞ്ഞെന്ന് മാത്രമേ ചിന്തയുണ്ടായിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ് കേട്ടോ.
അത് കഴിഞ്ഞിട്ട് ആദ്യം അതിലെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. ആ സമയത്ത് ധ്യാൻ വന്നിട്ട് പറയുവാണ്, എനിക്കെന്തോ രഞ്ജുവിനെ ഇവിടെ തനിച്ചാക്കി പോകാൻ പറ്റുന്നില്ല, ഒരു പരിചയമില്ലാത്തൊരു സ്ത്രീയുടെ അടുത്ത് എനിക്ക് പേടിയാ എന്ന് പറയുമ്പോഴത്തേക്കും അയ്യപ്പേട്ടൻ പറയുന്നുണ്ട്, ഇന്ന് രാവിലെ ഞാൻ നിന്നെ കാണും വരെ നീ എനിക്ക് അപരിചിതനല്ലായിരുന്നോ? നിങ്ങളുടെ ഈ തൊട്ടാ പൊട്ടുന്ന പ്രായത്തിലും നിങ്ങളെ രണ്ടുപേരും തനിച്ചാക്കി ഞാൻ പോയതല്ലേ, പേടിക്കൊന്നും വേണ്ട, കുഞ്ഞിന് പോകാം, ധൈര്യമായിട്ട് തന്നെ പോകാം, കുഞ്ഞിവിടെ രഞ്ജു ഇവിടെ സേഫ് ആയിരിക്കും എന്ന് പറയുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ധ്യാനൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. അത് കഴിയുമ്പോഴത്തേക്കും രഞ്ജു പറയാണ്, പക്ഷേ എന്തായാലും ഞാൻ ഗീതുവിനോടും ഗോവിന്ദനോടും ഇവർ വന്ന കാര്യം പറയും, പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല അയ്യപ്പേട്ടാന്ന് പറയുവാണ് കേട്ടോ. അപ്പം അയ്യപ്പേട്ടൻ പറയാണ്, പറയണ്ടെന്ന് ഞാൻ പറയുന്നത്, അതിന് കാരണം ഉണ്ടായിരിക്കും, ഞാൻ ഈ കുടുംബത്തിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും നാളായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ധ്യാൻ പറയാം, എങ്ങനെ അവരോട് മറച്ചു വെക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കുമ്പം മറച്ചു വെക്കാനും ചില കാര്യങ്ങൾ മറച്ചു വെക്കാനുള്ള ലൈസൻസും അയ്യപ്പനുണ്ട്, അത് ഈ ബന്ധത്തിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് പറഞ്ഞ് കണ്ണൊക്കെ നനയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രഞ്ജുവിനോട് പറയാണ്, മോളൊരു കാര്യം ചെയ്യുക, ഇവിടെ അനാർക്കലി വന്നിട്ടുണ്ടെന്ന് വിജയലക്ഷ്മിയോട് പറ. വിജയലക്ഷ്മി പറയാൻ ഗോവിന്ദനോടും ഗീതുവിനോട് പറഞ്ഞാൽ മാത്രം മോള് പറഞ്ഞോളാൻ പറയുവാണ്. അത് കേൾക്കുമ്പോൾ രഞ്ജുവിനും ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന അയ്യപ്പേട്ടനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന രഞ്ജുവിനെയും ധ്യാനം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.